അല്ല, എന്റെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൊക്കെ എറണാകുളം പിടിച്ചേക്കാനുള്ള രീതിയിലായിരുന്നു ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അർജുൻ എറണാകുളം അല്ല, ശരിയല്ല, ഏതോ ഒരു രാജ്യത്ത് ഇത് പിടിച്ചിട്ടുണ്ട് ഉള്ളി. അൽത്താഫിനെ കാസ്റ്റ് ചെയ്യാൻ ഉണ്ടായ കാരണം ഈ കഥാപാത്രം തീരെ നിവൃത്തില്ല എന്നും പറയുന്നത് അങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞ പെട്ടു. ഭാഷ കൊണ്ട് മാത്രം അൻപോട് കൺമണിനോട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടില്ല. കാരണം ഉണ്ടാവും തിങ്കളാഴ്ച നിശ്ചയത്തിൽ കാഞ്ഞങ്ങാട് ഭാഷയാണ്, അത് ഞാൻ എന്റെ നാടും കാഞ്ഞങ്ങാടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അൻപോട് കൺമണിയില് ഈ ഭാഷ കൊണ്ടും എനിക്ക് അത് മാത്രമല്ല ഒരു ഫാക്ടർ. ലിജുവിന് അവാർഡ് കിട്ടുകയും ആ സെറ്റിൽ അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് ആസിഫ് ഓപ്പൺ ആയിട്ട് എല്ലാവരുടെയും മുമ്പിൽ, ഇൻക്ലൂഡിങ് VKP സാറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ബാക്കിയുള്ള ആക്ടേഴ്സിന് മുമ്പിൽ ലിജുവിന് ഒരു ഓപ്പൺ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഫഹദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചാക്കോച്ചൻ, അങ്ങനെ ഒരു ഇതെല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫഹദിന്റെ മെസ്സേജ് പോലും ഞാൻ കാണുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. ഞാൻ കണ്ണ് ഇത്തിരി കുറച്ചിട്ട് ഹ്യൂമർ ഇത്തിരി കയറ്റിയിട്ടുണ്ട്. സറ്റയർ തന്നെയാണ് പറയാൻ പറ്റും, ഒരു ലൈറ്റ് കോമഡി സറ്റയർ ഫാമിലി ഡ്രാമ ഇങ്ങനെ പറയാം. മൃദുൽ, അനഘ, അൽത്താഫ്, ലിജു തോമസ് 4 പേരുമാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ. നമസ്കാരം. നമസ്കാരം. ആദ്യം നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സംവിധായകനിൽ നിന്ന് തുടങ്ങാൻ. മുമ്പത്തെ 2 പേർക്ക്, അതായത് രമണീച്ചിയുടെ നാമത്തിൽ എന്ന ഷോർട്ട് ഫിലിം ആവട്ടെ, കവിയുദ്ദേശാവട്ടെ, രണ്ടിനും ഒരു സീൻ സെറ്റിങ്ങിന് ഭയങ്കര റൂട്ടഡ് സ്വഭാവം ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളായാലും ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ രമണീച്ചിയുടെ നാമത്തിൽ ഷോർട്ട് ഫിലിം ഒക്കെ എനിക്ക് തോന്നുന്നു 10 വർഷം മുമ്പൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കിണറിന്റെ ഉള്ളിൽ ഷോർട്ട് ഫിലിം ഒന്നും ആ സമയത്ത് ആലോചിക്കാൻ പോലും പറ്റില്ലല്ലോ. ഞാൻ പ്രൊഡക്ഷൻ ആസ്പെക്റ്റിലാണ് പറയുന്നത്. ആ സമയത്ത് കിണറിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഒരു ഇതിലാണ് ഞാനൊക്കെ അത് കാണുമ്പോൾ ആ ഒരു ആലോചനയിലായിരുന്നു കണ്ടത്. എന്താണ് ഈ അൻപോട് കൺമണി ഇതിലെ ഈ റൂട്ടഡ് സ്വഭാവമാണോ, എന്താണ് ഈ കഥാപാത്രത്തിനെ പറ്റി പറയുന്നത്? മെയിൻലി മറ്റേതിൽ രണ്ടിലും എന്റെയും കൂടെ ഇതുണ്ടായിരുന്നു സ്ക്രിപ്റ്റില്. ഇത് പുറത്തുനിന്നുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു സോഷ്യൽ റെലവൻസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അതിൽ തോന്നി. അപ്പോൾ അതങ്ങനെയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഗ്രൗണ്ട് ഇതിലുള്ള ക്യാരക്ടേഴ്സാണ് കൂടുതലും വരുന്നത്. പറയാൻ പറ്റില്ല. ഇല്ല. ഡ്രാമ എന്നുള്ള രീതിയിൽ തന്നെ അതോ ഒരു ഫൺ ഫീൽഡ് എന്റർടൈനർ? ഒരു സറ്റയർ ആണ് കൂടുതലും. ഡ്രാമ അല്ലെങ്കിൽ ഒരു സറ്റയർ തന്നെയാണ് പറയാൻ പറ്റും, ഒരു ലൈറ്റ് കോമഡി സറ്റയർ ഫാമിലി ഡ്രാമ ഇങ്ങനെ പറയാം. ഈ ഡയറക്ടർ മൃദുൽ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ആക്ടർ മൃദുലാണ് എല്ലാവർക്കും സുപരിചിതമായിട്ട്. അതിൽ പ്രധാനമായിട്ടും സിനിമകൾ ഇപ്പോൾ നാഥാൻ കേസോടൊക്കെ ഇതായപ്പോ ആ റീജിയണൽ, അതായത് മലബാർ എന്നുള്ള ഏരിയയിലുള്ള സിനിമകളാണ് കൂടുതൽ കണ്ടത്. എന്താണ് അൻപോട് കൺമണിയിലുള്ള എക്സൈറ്റ്മെന്റ്? ഈ മലബാർ സ്ലാങ് ആണോ, ഈ കഥയാണോ, വ്യക്തിയാണോ? ലിജു എന്ന വ്യക്തിയാണ് ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന കാലത്ത് ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയ എനിക്ക് തോന്നുന്നു നമ്മൾ 3 Kings പറഞ്ഞ സിനിമയിലാണ് ഒരുമിച്ച്. അതിൽ ഞാനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ലിജുവും അസിസ്റ്റന്റ് ഡയറക്ടർ. 3 Kings മുതൽ ഒരു സീരീസ് ഓഫ് സിനിമകൾ നമ്മൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ലിജു എന്നുള്ള ഫാക്ടറാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പം സുഹൃത്തുക്കൾ, ഇപ്പം എന്നാത്താൻ കേസൂറാണെങ്കിൽ രതീഷ് ചേട്ടൻ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ്. പുള്ളി പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പുള്ളീനെ അറിയാം. അപ്പം അങ്ങനെ ഉള്ള ബന്ധത്തിനോട്ടാണ്. ഇപ്പൊ അല്ലാണ്ട് അഭിനയിച്ച ജീൻ പോളാൽ ഫ്രണ്ടാണ്. അങ്ങനെ ഞാൻ പുറത്തുള്ള ഒരു ഫ്രണ്ട് അല്ലാത്തൊരു ഡയറക്ടറിന്റെ പോലെ ഇതൊരു വർക്ക് ചെയ്യില്ല. അപ്പം ലിജു എന്നുള്ള ഫാക്ടറിനാണ് ഡെഫിനറ്റ്ലി. പിന്നെ അർജുൻ എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. നമ്മൾ വി ആർ ലൈക്ക് ഫാമിലി. നിങ്ങളുടെ ഗാംഗില് അതെ. അപ്പൊ ആ 2 ഫാക്ടറാണ്. പിന്നെ ഡെഫിനറ്റ്ലി ഇതിന്റെ കഥ കേട്ടും, പിന്നെ ഇപ്പം ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പം ഒരു പോയിന്റിൽ ലിജു, നമ്മൾ ഒരുപാട് സംസാരിക്കുന്ന 2 ആൾക്കാരാണ് ഞാൻ ലിജു. അപ്പം ലിജു ഇങ്ങനെ ഇപ്പം അനഘേന്റെ അങ്ങനെ ആക്ട്രസ് ഇതാരായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ലിജു എന്റെ അടുത്തും വേറൊരു ഫാക്ടർ ഉണ്ട്. അതായത് ഞാനിങ്ങനെ കഥ കേട്ടു, അർജുനെ വെച്ച് ചെയ്യാന്നുള്ളൊരു ആലോചന വന്നു. അപ്പൊ ഞാൻ ഉടനെ മൃദുലിനെയാണ് വിളിച്ചത്. ഇങ്ങനെ അർജുനോട് ഒരു കഥ പറയാനൊരു ഇത് ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ നോക്കാം എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അർജുൻ എന്നെ വിളിക്കുന്നു, ചേട്ടാ എപ്പോഴാണ് കഥ കേൾക്കേണ്ടതെന്ന്. അതായിരുന്നു അങ്ങനെയാണ്. അതെ, അതാണ് ഇതിന്റെ തുടക്കം, അതായിരുന്നു ബേസ്. അപ്പൊ അതേപോലെ അങ്ങനെ ഓരോ ക്യാരക്ടറിനും മാക്സിമം സിനിമയിൽ ഇൻവോൾവ് ചെയ്യാന്നൊക്കെ ആണെങ്കിൽ സിനിമയിൽ ഇൻവോൾവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസോസിയേറ്റ് ഡയറക്ടേഴ്സിനൊക്കെ ഓരോ പ്രോജക്റ്റ് ഞാനിങ്ങനെ നമ്മൾ അവരോട് ഇരുന്ന് അവരെ പുഷ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ലിജു അങ്ങനെയല്ല. ലിജു ഓൾറെഡി എന്നെ ഈ കഥയായിട്ട് വന്ന് എന്നോട് ഇങ്ങനെയാണ്. അപ്പൊ ആക്ട്രസിന്റെ കാര്യം സംസാരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് തലശ്ശേരി ഭാഷ അല്ലെങ്കിൽ കണ്ണൂർ ഭാഷ എന്നൊക്കെ പറയുമ്പോൾ അനഘേനൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. പിന്നെ ലിജു എന്നോട് പറഞ്ഞു അനഘയായി നമ്മുടെ ഹീറോയിൻ ഒക്കെ. ആ 2 ഫാക്ടറാണ് മെയിൻലി, ലിജു ആൻഡ് അർജുൻ.
അങ്ങനെ ഈ തിങ്കളാഴ്ച നിശ്ചയത്തിലൂടെ എൻ്റർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ക്യൂരിയോസിറ്റി ഫാക്ടർ ഈ ഭാഷയാണല്ലോ. ഭാഷയുടെ ഒരു ഭയങ്കര നൈസർഗികമായ ഒരു ശൈലിയൊക്കെയാണല്ലോ. പിന്നീട് ഇപ്പോൾ വാശിയിലായാലും ബാക്കി സിനിമകളിലൊക്കെ വന്നപ്പോഴും തിങ്കളാഴ്ച നിശ്ചയത്തിൽ ഭാഷ എപ്പോഴും മറ്റു സ്ലാങ്ങുകൾ കൈകാര്യം ചെയ്താലും ആ ഭാഷ ഭയങ്കര സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ വീണ്ടും ഒരു ഹോം ടൗൺ ഫീൽ ആണോ അൻപോട് കൺമണിയിലേക്ക് വരുമ്പോൾ? ഭാഷ കൊണ്ട് മാത്രം അൻപോട് കൺമണിനോട് അങ്ങനെ ഒരു ഫീൽ എനിക്ക് കിട്ടില്ല. കാരണം ഓഫ്കോഴ്സ് ഉണ്ടാവും, തിങ്കളാഴ്ച നിശ്ചയത്തിൽ കാഞ്ഞങ്ങാട് ഭാഷയാണ്, അത് എന്റെ നാടും കാഞ്ഞങ്ങാടാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അൻപോട് കൺമണിയില് ഈ ഭാഷ കൊണ്ടും എനിക്ക് അല്ല തീർച്ചയായിട്ടും ഇതിന്റെ സ്റ്റോറി എനിക്ക് കേട്ടപ്പോ ഇഷ്ടമായിരുന്നു. ആദ്യം പിന്നെ ഞാനിത് എന്റെ അടുത്ത് വന്നപ്പോ ലിൻചേട്ടൻ ആദ്യം വിളിച്ചപ്പോ ഞാനിത് ഓക്കെ പറഞ്ഞില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വൈഫ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന് മുന്നേ ഒരു വൈഫ് ചെയ്തപ്പോ പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു വൈഫ് ക്യാരക്ടർ ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇപ്പൊ അർജുൻ ചേട്ടനെ ഇപ്പൊ ആ സമയത്ത് എന്നെ വിളിക്കണ സമയത്ത് ഓക്കെ ആയിരുന്നു. എനിക്കതും സന്തോഷമായി. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോഴും മാല ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ പറയുന്ന സമയത്ത്. പിന്നെ ഇതൊരു റിയൽ സ്റ്റോറി ആണെന്നും അറിഞ്ഞു. അത് മാത്രമല്ല ഈ ക്യാരക്ടറിന് എനിക്ക് പെർഫോം ചെയ്യാനും ഒരു ചാൻസസ് ഉണ്ടെന്ന് അറിഞ്ഞു. കൂടുതൽ എക്സൈറ്റിംഗ് ആയിരുന്നു ഇതിലേക്ക് ഈ പ്രോജക്റ്റ് എടുക്കാൻ. ഈ പറയുന്ന പോലെയുള്ള പ്രോസസ് എങ്ങനെയാണ് അൽത്താഫ്? എനിക്കറിയാം ഡയറക്ഷനാണ് പ്രൈമറി എയിം, ഡയറക്ഷൻ തന്നെയാണ് താല്പര്യം. ഇപ്പൊ മന്ദായി സമയത്തൊക്കെ സംസാരിക്കുമ്പോഴും പറഞ്ഞത് അഭിനയം എന്നുള്ളത് നമ്മുടെ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ബോറാവില്ല എന്നാണെങ്കിൽ മാത്രമേ ഞാൻ അഭിനയത്തിലേക്ക് കൈവയ്ക്കുന്നു. പക്ഷെ ഇത് നേരെ പോയി മലബാറിലേക്ക് പോകുന്നു, ആ ഭാഷ കൈകാര്യം ചെയ്യേണ്ടി വരും. എന്റെ പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൊക്കെ എറണാകുളം പിടിച്ചേക്കണമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോ അർജുൻ എറണാകുളം അല്ല ശരിയല്ല ഏതോ ഒരു രാജ്യത്ത് ഇത് പിടിച്ചിട്ടുണ്ട് പുള്ളി. അപ്പൊ പിന്നെ ഞാനും കുറച്ച് കഷ്ടപ്പെട്ടു, ലൈൻസ് ബൈ ഹാർട്ട് ചെയ്തു. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ റൈറ്റർ ഉണ്ട്, അപ്പൊ പുള്ളിയുടെ അടുത്ത് ചോദിച്ചിട്ട് അതിന്റെ ഇത് മനസ്സിലാക്കിയ ഭാഷയുടെ ഒരു എങ്ങനെയാണത് പറയണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അങ്ങനെ ട്രൈ നമ്മള് സ്പോട്ട് ഇംപ്രൈസേഷൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യാൻ പറ്റൂല. ഞാൻ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള ഭയങ്കര പ്രിപ്പറേഷൻ ആണോ ഇതേപോലെ ഈ സിനിമയ്ക്ക്? ഇല്ല, ഇതിന് മാത്രം ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ, വേറെ ഒരു സിനിമ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതൊന്ന് ക്രാക്ക് ചെയ്യാന്നുള്ളൊരു ഇതിനു വേണ്ടി മാത്രം പ്രോപ്പറായിട്ട് ലൈൻസ് പ്രോപ്പറായിട്ട് പഠിച്ചതാണ്. പോസ്റ്റ് ഒരു ഷൂട്ട് എന്താ തോന്നുന്നത്, പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയെന്നാണോ? ഭയങ്കര കോൺഫിഡൻസിലാണ് നമ്മളത് പറയുമ്പോ നമുക്ക് പറ്റില്ലല്ലോ. അത് തിയേറ്ററിലെ ഓഡിയൻസ് കാണുമ്പോഴാണ്, ആ ദേശത്തെ ആളുകൾ കാണുമ്പോഴാണ് അത് അറിയുള്ളൂ അതിന്റെ കറക്റ്റ് ഒരു ഫീഡ്ബാക്ക്. ഈ ഭാഷയുടെ കാര്യത്തില ഇപ്പൊ അർജുൻ പ്രോപ്പറായിട്ട് അർജുൻ മുമ്പും അർജുന്റെ ബിടെക് സിനിമയിലൊക്കെ ഒരു സ്ലാങ് പിടിക്കുന്ന അർജുനെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ട് സ്ലാങ് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഇതേപോലുള്ള ഇവരൊക്കെ മലബാർ എന്നുള്ള ആൾക്കാരാണല്ലോ, ഇവരെപ്പോലുള്ള ആക്ടേഴ്സ് ആണോ? ആരാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഇല്ല ഇവരൊക്കെ എല്ലാവർക്കും ലൈൻസ് വേറെ പഠിക്കാനുണ്ടാവും. അപ്പൊ എല്ലാരും പോയി ഡിസ്റ്റർബ്. ഞാൻ ഇല്ല റൈറ്ററിന്റെ അടുത്ത് തന്നെ ചോദിച്ചു. പിന്നെ അൽത്താഫ് വരുമ്പോന്ന് വെച്ചാൽ അൽത്താഫ് ഒരു സീനിനെ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. സോറി, അതായത് ഒരു സീൻ നമ്മൾ ഇപ്പൊ ഡയറക്ടർ വന്നിട്ട് ഒരു സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ കൊറിയോ നടക്കുമ്പോൾ ഇങ്ങനെ ഡയലോഗ്സ് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ കൊറിയോ ചെയ്യുന്നത്. അപ്പൊ അതിനിടയിൽ കൂടി ഇയാൾ ഓരോന്ന് പറയും. ഭയങ്കര രസമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അൽത്താഫിനെ കാണുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഈ സിനിമയിലാണ്. അപ്പം അൽത്താഫിന് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഒന്ന് ഇയാളുടെ വേ ഓഫ് ടോക്കിംഗ് ആ പ്രസന്റ് ചെയ്യുന്നത് തന്നെ ഭയങ്കര രസമാണ്. അപ്പൊ നമ്മൾ ചിരിക്കും എല്ലാവരും. അത് ഇവൻച്വലി അൽത്താഫുള്ള 3-4 സീനിൽ ഒരുപാട് ഡയലോഗ്സ് അങ്ങനെ കയറിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അൽത്താഫിനോട് വർക്ക് ചെയ്യുമ്പോൾ. കാരണം ഒരുപാട് ചെറിയ നമ്മൾ ഇയാളുടെ ഒരു ചെറിയ റിയാക്ഷൻ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് ഭയങ്കര രസമായിരിക്കും. ലൈക്ക് ആ സീൻ അത് ഭയങ്കര പിടിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അൽത്താഫുള്ള എല്ലാ സീനുകളും. എന്താ അൽത്താഫിനെ കാസ്റ്റ് ചെയ്യാൻ ഉണ്ടായ കാരണം? ഈ കഥാപാത്രം തീരെ നിവൃത്തില്ല എന്നും പറയുന്നത് കൗണ്ടർ പരിപാടിയൊക്കെ പറയുന്നുണ്ടല്ലോ. അതെ, എനിക്ക് ബേസിക്കലി ഓഡിയൻ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ഭയങ്കര പ്രേമം മുതലേ ഒരു ഇത് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ ഒരു പടത്തിൽ വേണമെന്ന് നമ്മൾ വിചാരിക്കുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വിളിച്ചത്, വേറൊരു ക്യാരക്ടർ ചെയ്യാനാണ് വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് വലിയ ഡേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ആ സമയത്ത് കിട്ടിയില്ല, ഡേറ്റ് ഇഷ്യൂസ്. എന്നിട്ട് എന്നാൽ ഇതിലെങ്കിലും ഒന്ന് വന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. 2 സംവിധായകരും കൂടെയാണല്ലോ ഇവരെ രണ്ടുപേരെയും ആസ് എൻ ആക്ടർ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് സാധനവും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് സാധനം എന്തായിരിക്കും? അല്ല, ഈ സിനിമയെ സംബന്ധിച്ച് അങ്ങനെ
എനിക്ക് അങ്ങനെ ഡയറക്ടേഴ്സ് ആയതുകൊണ്ട് അവർ വന്ന് ഇടപെടുവോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നുമല്ല. ഇവരെന്തായാലും ഫ്രണ്ട്ലിയാണ്. മൃദുൽ പറഞ്ഞല്ലോ, ഓൾറെഡി ഞങ്ങൾ ഒരേ ഇതിൽ വന്നതാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വേറെ അങ്ങനത്തെ അല്ലെങ്കിൽ ഇവൻ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെയുള്ളൊരു ചുഴിഞ്ഞോട്ടം അങ്ങനെയൊന്നുമില്ല. ഈസി ആയിരുന്നു. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ നമ്മൾ ആദ്യം സംസാരിച്ച പോലെ ഈ ഷോർട്ട് ഫിലിമും പിന്നെ കവി ഉദ്ദേശിച്ചത് ഇപ്പൊ ആസിഫ് പ്രൊഡ്യൂസർ ആയിട്ടും കൂടെ ഓൺ ബോർഡ് ചെയ്യുന്നുണ്ട്. കവി ഉദ്ദേശിച്ചതിന് ശേഷം ഒരു ഇയർ ഓഫ് ട്രാവൽ ഉണ്ടല്ലോ, ഒരു ജേർണി എന്ന് പറയുന്നത്. ഇത് നേരെ അൻപോട് കൺമണിയിലേക്കുള്ള ഒരു ജേർണിയാണോ? എങ്ങനെയാണ് ആ ജേർണി? അല്ല, കവി ഉദ്ദേശിച്ച ശേഷം കുറച്ച് അത്യാഗ്രഹത്തിൽ വലിയൊരു പ്രൊജക്റ്റാണ് പ്ലാൻ ചെയ്തിരുന്നത്. വലിയൊരു ആർട്ടിസ്റ്റിനെ ബേസ് ചെയ്തൊരു സ്വന്തം ഒരു സ്ക്രിപ്റ്റിൽ പരിപാടി കുറച്ച് നീങ്ങി. പക്ഷെ അത് എന്തോ അൺഫോർച്യുനേറ്റ്ലി നടന്നില്ല. അപ്പം അങ്ങനെ ഒരു 3 കൊല്ലം അങ്ങനെ പോയി കിട്ടി. പിന്നീട് 2 കൊല്ലം കൊറോണേൻ്റെ പേരിൽ അങ്ങനെ പോയി. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ 2022 ഇതുപോലും ഈ കഥ പോലും കേൾക്കുന്നത്. 2022 ജനുവരിയിലാണ് കേൾക്കുന്നത്. എന്നിട്ടും ഇതിപ്പം പ്രൊജക്റ്റായി വരാൻ വേണ്ടി 3 വർഷം ഇപ്പം എടുത്തു. അപ്പം മനഃപൂർവ്വം വരുന്നതല്ല, ശ്രമങ്ങൾ എൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. നടന്നിരുന്നു. അപ്പോൾ ഇത് അവിചാരിതമായിട്ട് വേറൊരു നമ്മുടെ കൺട്രോളർ വഴി എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞതാണ്. അപ്പോൾ കഥ ഓക്കെ, വേറൊരു കഥ പറഞ്ഞു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചെറിയൊരു സറ്റയർ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സറ്റയർ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് താല്പര്യമുള്ള ഏരിയയാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കഥ കേട്ടു, അത് വർക്കബിളാണെന്ന് തോന്നി. അങ്ങനെയാണ് പ്രൊജക്റ്റിലേക്ക് കയറിയത്. ഈ സംവിധായകൻ കൂടെ ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ സറ്റയർ അല്ലെങ്കിൽ ഫൺ എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ടല്ലോ, ഇത് കാലങ്ങളായിട്ട് ഇവോൾവ് ചെയ്യുന്നതും ഭയങ്കരമായിട്ട് നമ്മുടെ സിനിമ വ്യൂയിങ് കൾച്ചറും കൂടെ ആയതുകൊണ്ടാണ് ഇത് ഇവോൾവ് ചെയ്യുന്നത്. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സറ്റയർ അല്ലെങ്കിൽ ഒരു ഫൺ ഫീൽഡ്, ഇപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു ത്രില്ലർ ചൂസ് ചെയ്യാൻ തോന്നില്ലല്ലോ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ. അങ്ങനെയുള്ള ഒരു ഗോ ടു സിനിമയോ ഗോ ടു സീരീസോ ഏതായിരിക്കും ഒരു ഫൺ അല്ലെങ്കിൽ സറ്റയർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ? ഞാൻ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് US കാണാറ്, സിറ്റ്കോമ കാണാറ്. ഗോ ടു വേറെ എപ്പോഴും കണ്ടേക്കണത് തന്നെയാണ്. 10-20 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് കാണും. കാണാനും ഇഷ്ടപ്പെട്ടത് ഇത്തരം ജോണർ മേക്കിങ്ങിന്റെ അല്ല, എനിക്ക് എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ്. റിലാക്സ് ആക്കണ ഒരു സീരീസ് ആണ്, സിറ്റ്കോമാണ്. അപ്പൊ അത് കാരണം ഞാൻ അതാ കാണാറ് റിപ്പീറ്റ് ആയിട്ട്. എനിക്ക് കുറച്ചുകൂടി ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് ഈ ഫൺ അഡ്വഞ്ചർ ഫിലിംസ്, ഈ ഡൽഹി വലിയൊക്കെ പോലത്തെ സിനിമകൾ, ഈ കാർത്തിക് സുബരാജിന്റെ അങ്ങനത്തെ സിനിമകളാണ് കാണാൻ ഇഷ്ടം. ചെയ്യാൻ ഇഷ്ടം ഒരു ഗാങ്സ്റ്റർ ഫിലിം ചെയ്യണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ്. അത് എന്താന്ന് പറയില്ല, ഇതുവരെയും പൈപ്പിൽ വീണിട്ടില്ല. സോ ഇങ്ങനത്തെ സിനിമകൾ, ഈ ഫൺ അഡ്വഞ്ചർ ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ് എനിക്ക് ഇഷ്ടം. നമ്മുടെ ഗൈറിച്ചീൻ്റെ ഒക്കെ സിനിമകളില്ലേ, അങ്ങനത്തെ സിനിമകൾ വീണ്ടും, അതായത് ഞാൻ ഒരേ സിനിമ 50 തവണ കാണും. എനിക്കത് ഓരോ തവണ കാണാനും ഭയങ്കര ഇഷ്ടം. അതേ എക്സൈറ്റ്മെന്റ് ഞാൻ കാണും. അതൊക്കെ ഈ സിനിമ വ്യൂയിങ് എങ്ങനെയാണ് ഇതേപോലെ ഈ പറയുന്ന പോലെ? അങ്ങനെ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ആയിട്ട് ഞാൻ എടുത്ത് കാണാറില്ല. ഒന്നില്ലെങ്കിൽ നല്ല റിവ്യൂ കിട്ടുന്ന പടം നമുക്ക്, പക്ഷെ ഈ അടുത്തായിട്ടാണ് ഞാൻ അധികം ഒരു നല്ല റിവ്യൂ ഉള്ള പടം നോക്കിയിട്ട് ഒന്നും കാണാറ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്റേതായ തന്നെ ഒരു ജഡ്ജ്മെന്റ് വേണം എന്നുള്ളതുകൊണ്ട് റിവ്യൂസിനെ മുഴുവനായി വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഓരോരോ ദിവസം ഓരോ മൂടായിരിക്കും. ഒരു ദിവസം നല്ല കോമഡി കാണും തോന്നിക്കഴിഞ്ഞാൽ നേരെ മറിച്ച് വേറെ ദിവസം ഭയങ്കരമായിട്ട് ത്രില്ലറോ അങ്ങനെ എന്തെങ്കിലും കാണില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കോമഡി റോം കോം കാണും, അല്ലെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളത് കാണും. ഡിഫറൻസ് ഒന്നും ഇപ്പൊ മുമ്പ് ചെയ്ത സിനിമകളായാലും ഇപ്പൊ ഷറഫുദ്ദീൻ ആയാലും നിരഞ്ജായാലും ഒക്കെ പറഞ്ഞതാണ് അവരായിട്ട് കോ ആക്ടർ ആവുമ്പോൾ ഉള്ള ഒരു കെമിസ്ട്രിയെ പറ്റി. ഇതിൽ അർജുൻ അശോകൻ എങ്ങനെയാണ്? അൻപോട് കൺമണി അല്ലെ കഥാപാത്രവും എങ്ങനെയാണ്? അർജുൻ ചേട്ടന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ്. അപ്പൊ ആദ്യം കാണുമ്പോ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. ആക്ടർ മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ മീറ്റ് ചെയ്യുമ്പോ എങ്ങനെയാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ കൂടെ അഭിനയിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഒപ്പം ഉള്ള ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കാര്യത്തിൽ ഒരുപാട് ഹാപ്പിയാണ്. ഇതില് ഹസ്ബൻഡ് വൈഫ് ക്യാരക്ടർ ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക് ആവണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ, അത് ഇങ്ങനത്തേക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ പറയും. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. നല്ല എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മള് സംസാരിക്കുമ്പോൾ തുടങ്ങിയപ്പോ തന്നെ ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യമായിരുന്നു തുടങ്ങിയത്. ഒരു ഗെയിം ചേഞ്ചർ ഷോർട്ട് ഫിലിം തന്നെയായിരുന്നു ആ സമയത്ത് ഇറങ്ങുമ്പോൾ. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ഫീഡും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ഇപ്പൊ രമണീയച്ചിയുടെ നാമത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, അതിന് ആ സമയത്ത് പറഞ്ഞത് DQന് ഒരു പിച്ച് ഷോർട്ട് ഫിലിം പോലെയാണ് അത് മേക്ക് ചെയ്തിരുന്നത്. കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പിച്ച് ഷോർട്ട് ഫിലിം പോലെ. എന്തായിരുന്നു
ആ സമയത്തുള്ള ഒരു ഹൈ പോയിന്റും അത് ഞാൻ പറയാം. അത് ആക്ച്വലി ഈ രമണി ചേച്ചിയുടെ നാമത്തിൽ നിന്ന് ഷോർട്ട് ഫിലിം നടക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും VKP സാറിന്റെ നിർണായകം എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റന്റ് ആയിരുന്നു. ഞാനും ആസിഫ് അതിന് മുമ്പേ കിളിബോയ് മുതലേ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, എടോ എൻ്റെ ഒരു കഥയുണ്ട്, ഇത് എനിക്ക് ആസിഫിനടുത്ത് പിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞു അതിനെന്താ, നീ നമുക്ക് സംസാരിക്കാം. അപ്പം ഈ ഷെഹനാസ് ജലാലായിരുന്നു ഈ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്, നിർണായകം. അപ്പൊ അതിന്റെ കുറച്ച് ഫൂട്ടേജ് എന്തോ ബോംബെയിൽ ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫൂട്ടേജും കൊണ്ട് ഞാൻ അതിന്റെ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഞാൻ അതുകൊണ്ട് ബോംബെയിലേക്ക് പോവുകയും അതേ സമയത്ത് ഫെഫ്കേന്റെ ബെസ്റ്റ് ഷോർട്ട് ഫിലിമിന്റെ അവാർഡ് രമണി ചേച്ചിയുടെ നാമത്തിന് കിട്ടുവാണ്. ഞാൻ ബോംബെയിലാണ്. അപ്പൊ അതിന്റെ ഈ ബോംബെ പോകുന്നതിന് 2 ദിവസം മുമ്പാണ് ലിജു പറഞ്ഞത് എനിക്ക് ആസിഫിനോട് കഥ വേണം. ആ അവാർഡ് കിട്ടിയ സമയത്ത് പിന്നെ ഞാൻ കേൾക്കുന്നത് വെച്ചാൽ ലിജുവിന് അവാർഡ് കിട്ടുകയും ആ സെറ്റിൽ അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് അവിടുന്ന് ആസിഫ് ഓപ്പൺ ആയിട്ട് എല്ലാവരുടെയും മുമ്പ് ഇൻക്ലൂഡിങ് VKP സാറിന്റെയും പ്രൊഡ്യൂസറിന്റെയും ബാക്കി ആക്ടേഴ്സിന് മുമ്പിൽ ലിജുവിന് ഒരു ഓപ്പൺ ഡേറ്റ് കൊടുക്കുന്നതല്ലേ. അപ്പൊ ലിജുവിനോട് നീ ആസിഫിനോട് പറയണ്ട, എനിക്ക് ഡേറ്റ് കിട്ടി കഥ പറയാം. അത് ആ സന്തോഷം അതൊരു ഭയങ്കര മൊമെന്റ് ആയിരുന്നു. കാരണം വെച്ചാൽ VKP സാറിന്റെ അസിസ്റ്റൻസ് എല്ലാം മൊത്തത്തിൽ എല്ലാവരും നമ്മൾ ഈ ബോംബെയിലും ബാംഗ്ലൂരിലും വർക്ക് നമ്മൾ കുറച്ച് ലൗഡും കുറച്ച് ഇങ്ങനെ ഇവരെ കാണുന്നതിന് ഇവരെന്താ ഇങ്ങനെ തോന്നും. അപ്പൊ അതില് ഭയങ്കര സത്യവും സൈലന്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ലിജു. അപ്പം ലിജു ആണ് ഫസ്റ്റ് ജാക്ക്പോട്ട് അടിക്കുന്നത്. അത് അവന്റെ ഈ പറഞ്ഞ പോലെ രമണി ചേച്ചിയുടെ നാമത്തിൽ അത് കണ്ടിട്ട് ആ സമയത്ത് വാവ് അത് എങ്ങനെയാണ് എടുത്തത് എല്ലാവരും, ഈവൻ ആ സമയത്ത് വലിയ ഡയറക്ടേഴ്സ് പോലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായി. അത് ഇറങ്ങിയിട്ട് അത് ഭയങ്കരമായിട്ട് വൈറലായി. ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പം ആ ലിങ്ക് ഡിലീറ്റഡ് ആവും, കറക്റ്റ് ആവും എന്തോ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ ആ ലിങ്ക് കറക്റ്റ് ആവും, ഒറ്റ അടിക്ക് തന്നെ ഭയങ്കരമായിട്ട് വൈറലായി. ഇന്നത്തെ കാലല്ലേ. അല്ല, അതിന്റെ റീസൺ എനിക്ക് യൂട്യൂബ് ഇത് അതായത് ഓവർ ഷെയർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തോ ഒരു ഇതിലാണ്. പേഴ്സണൽ എന്റെ മെയിലിൽ വെച്ച് ചെയ്തതാണ്. നമ്മൾ അന്ന് വേറെ ഒന്നും നോക്കിയിട്ടില്ല. അന്ന് ഞാൻ ആദ്യം മെസ്സേജ് അയച്ചത് മനീഷേട്ടനാണ്. ക്യൂവില് ഇങ്ങനെ ഒരു സാധനം ഇറങ്ങുന്നുണ്ട്, കണ്ടു നോക്ക്. ആ ഒറ്റ മെസ്സേജ് മാത്രമേ ഞാൻ അയച്ചിട്ടുള്ളൂ ആകെ. പിന്നീട് ഈ പറയുന്ന പോലെ പ്രൊഡക്ഷനിലോട്ടും പിന്നെ ആ കഥ ആസിഫിനും നമ്മുടെ തന്നെ വേറൊരു ഫ്രണ്ട് സജിൻ ജാഫർ അവർ ആ കവി ഉദ്ദേശിച്ചതിന്റെ കഥ കേട്ട് അത് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ഫസ്റ്റ് ആസിഫിന്റെ മാന്റെ പേരിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫിലിമാണ്. സോ അതൊരു വലിയ ഭയങ്കര ഒരു നല്ല ഓർമ്മയായിട്ട് ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. അത് തന്നെയാണ്, അതാണ് ഒരു എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ്. അത് തന്നെയാണ് ഇപ്പോഴും കവി ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ പരിചയപ്പെടുമ്പോ മറ്റേ രമണി ചെയ്ത ആളല്ലേ, അതിനാണ് കുറച്ചും കൂടെ ഇത് കിട്ടുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ DQനെ കാണുന്നതോ ഈ സിനിമയെ അയച്ചു കൊടുക്കലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് ചെയ്തിട്ടില്ല. അത് പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വഴിമാറിപ്പോയി. പക്ഷെ ഈ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ഫഹദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ചാക്കോച്ചൻ, അങ്ങനെ ഒരു ഇതെല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഫഹദിന്റെ മെസ്സേജ് പോലും ഞാൻ കാണുന്നത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത്രയ്ക്ക് മെസ്സേജ് വന്ന് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഇതായിരുന്നു അത്. ഇപ്പോ ഈ സിനിമയുടെ ഈ റൂട്ടഡ് സ്വഭാവം ഒക്കെ പറയുന്ന രീതിയിൽ ഇത് ഇപ്പോ അടുത്ത സിനിമ എന്നുള്ള ഒരു ആലോചനക്ക് ഇത് ഒന്നും അല്ലാതെ ഇപ്പൊ മൃദുലൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു ആലോചനയും കൂടെ, അതായത് ഭയങ്കര ഇപ്പൊ ഡൽഹി ബെല്ലി പോലെയോ അങ്ങനെ ഭയങ്കര വിയേർഡ് ഞാൻ വിളിക്കുന്നില്ല, ഭയങ്കര ആ രീതിയിൽ ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഡൈനാമിക് സ്വഭാവത്തിലുള്ള സിനിമ അങ്ങനത്തെ ആലോചനയും കൂടെ ഉറപ്പായിട്ടും. ഇപ്പൊ ഈ 2 പടം ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് അതിൽ ഒതുക്കപ്പെടാണ്ട് പോവാന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അടുത്തത് തീർച്ചയായും ഇങ്ങനത്തെ ഒരു പടമായിരിക്കില്ല, കുറച്ചും കൂടെ ഒരു മാസ്. ഇത് എൻ്റെ സ്വഭാവത്തിനെതിരെ എല്ലാവരും ഇവൻ്റെ ഒരു സൈലന്റ് ആണ്, അതുകൊണ്ട് ഇവന്റെ ഇങ്ങനത്തെ കഥ ഒതുങ്ങുള്ളൂ എന്നുള്ളൊരു ഉദാഹരണമുണ്ട്. അതൊന്ന് പൊളിക്കണം എന്നുണ്ട്. അൽത്താഫിന്റെ അടുത്ത പടവും ഈ ഓടുംകുതിര ചാടുംകുതിരയെ പറ്റി എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് ആഴ്ചകൾ മുന്നേ അഭിനവ് സുന്ദർ നായക് ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ഏതാണ് എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞപ്പോ ഇതിന്റെ ഈ പടത്തിന്റെ പേര് പറഞ്ഞപ്പോ പെറ്റ് ഡിറ്റക്റ്റീവും ഈ 2 പടമാണ് പറഞ്ഞത്. അപ്പൊ അത് വലിയ ന്യൂസായി, പിന്നെ ട്വിറ്ററിലൊക്കെ ഭയങ്കര ഷെയർ ചെയ്യപ്പെട്ടു, അങ്ങനെ വലിയ ന്യൂസായി. എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജ്? ഇപ്പോൾ ഒരു ഷെഡ്യൂളും ബാക്കിയുണ്ട്. നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങും, ടിൽ ഫെബ് ഫസ്റ്റ് വീക്കോ ജാനുവരി എൻഡ് വരെയും പോവും, ഫെബ് ഫസ്റ്റ് വീക്ക് വരെയും പോവും ഷൂട്ട്. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് നമ്മൾ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യാം എന്നുള്ള ഒരു ഷെഡ്യൂളും ബാക്കിയുണ്ട്. ഇല്ല, എഡിറ്റ് നമ്മൾ ഫൈനൽ ഇപ്പൊ ഫസ്റ്റ് ഒരു ആദ്യം ഇപ്പൊ എടുത്ത ഫുട്ടേജ് ഒക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഫഹദിന്റെ പെർഫോമൻസ് എന്നാണല്ലോ എല്ലാവരും എക്സൈറ്റ്മെന്റിൽ കാണുന്നു. ഇതേപോലെ ഈ ഡ്രാമ അല്ലെങ്കിൽ ഒരു ഫൺ ഫിൽ അല്ലെങ്കിൽ അൽത്താഫിന്റെ വേൾഡിൽ ഫഹദ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് കൂടെ എനിക്ക് പേഴ്സണലി എക്സൈറ്റഡ് ആയിട്ടുണ്ട്. എന്താണ് അൽത്താഫിന്റെ എക്സൈറ്റ്മെന്റ്? എന്താ? ഇല്ല, ഞാൻ കണ്ണ് ഇത്തിരി കുറച്ചിട്ട് ഹ്യൂമർ ഇത്തിരി കയറ്റിയിട്ടുണ്ട്. കണ്ണിന്റെ അഭിനയം കുറച്ചിട്ട് ഹ്യൂമർ ഇത്തിരി കയറ്റിയിട്ടുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ എപ്പോഴും ഫേവറേറ്റ് ഡാർക്ക് ഹ്യൂമർ പരിപാടിയാണ്. അത്
കുറച്ച് രണ്ടും ഉണ്ട്, സ്ലാപ്സ്റ്റിക്കും ഉണ്ട്, രണ്ടും ഉണ്ട്. മിക്സ് ചെയ്തിട്ട് ഹ്യൂമർ ആയിരിക്കും. പുള്ളി ഇത്രയും കോമഡി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് പിടിച്ചേക്കണത്. ബാക്കി നമുക്ക് അടുത്ത വർഷം നോക്കാം. ആയിക്കോട്ടെ. എന്താണ് ഒരു വൈൻഡിങ് നോട്ടായിട്ട് ഈ അൻപോട് കൺമണി പോസ്റ്റ് റിലീസിനൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ എന്താണ് ലിജുവിനെ പറ്റിയും സിനിമയെ പറ്റിയും പറയാനുള്ളത്? സിനിമ ഒരു ഭയങ്കര സ്വീറ്റ് ഒരു സ്ലൈസ് ഓഫ് ലൈഫ് സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ ഫുൾ പടം കണ്ടിട്ടില്ല, കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു ഫാമിലിക്കൊക്കെ വന്ന് ഇന്നത്തെ ഒരു ന്യൂലി മാരീഡ് ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് ലിറ്റിൽ സിനിമയായിരിക്കും അൻപോട് കൺമണി. ലിജു എന്നുള്ള ഡയറക്ടറിന്റെ അടുത്തും അങ്ങനെ ഒരു ലിജു വാസ് വെരി ക്ലിയർ. ഇപ്പൊ നമ്മള് ലിജു ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഡയലോഗ് പറയട്ടെ, അത് വേണ്ട. അപ്പൊ ഹി വാസ് വെരി ക്ലിയർ ഓൺ വാട്ട് ഹി വാണ്ട്സ്. അതുകൊണ്ട് ലിജു എന്ന ക്രാഫ്റ്റിനെ എനിക്ക് നേരത്തെ അറിയാം. എനിക്കൊന്ന് നമ്മളൊക്കെ സിനിമ പഠിച്ച ഒരേ ഇരുന്ന്, അപ്പം അന്ന് മുതലേ അയാൾക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. എക്സൈറ്റഡ് എല്ലാരും പോലെ. ക്യൂട്ട്, ഭയങ്കര ലളിതമായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഇതില് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഭാര്യ ഭർത്താവ് ഇവരുടെ ലൈഫിലേക്ക് ബാക്കിയുള്ളവർ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, പേഴ്സണലി എങ്ങനെയാണ് അത് ഡീൽ ചെയ്യാൻ പറ്റാത്ത കുറെ പ്രഷർ ഉണ്ടാവും, കുറെ ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. സോ നമുക്ക് ഒന്നുമില്ലെങ്കിലും ചുറ്റുപാട് കണ്ടിട്ടുണ്ടാവും. ഇതുപോലത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലും ഒക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ്. അപ്പൊ അതിനൊരു എന്താ പറയാ, നമ്മളുടേതായ രീതിയിൽ ഒരു കുഴപ്പമൊന്നുമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആൾക്കാർ കണ്ടു കഴിഞ്ഞാലേ അവരുടെ റെസ്പോൺസസ് അറിയാൻ പറ്റുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ കാണുന്നത്. ഈ പറഞ്ഞ ലൈഫ് എന്നുള്ളൊരു ടേം ആണല്ലോ കോയിൻ ചെയ്ത്. എനിക്ക് ഓർമ്മയുണ്ട് കവി ഉദ്ദേശിച്ച സമയത്ത് ഇതിലൊരു ലൈഫ് ഉണ്ട് എന്ന കാര്യമായിരുന്നു ആദ്യം പറഞ്ഞത്. അതായത് ഒരു ക്യാരക്ടേഴ്സിന്റെ ജീവിതം കാണിക്കുന്നത്. എന്താണ് ഒരു വൈൻഡിങ് നോട്ട് അൻപോട് കൺമണി? അല്ല, ഇതിനെ ഒരു ക്യൂട്ട് പടം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ക്യൂട്ടാണ്. അതായത് ബ്രഹ്മാണ്ഡ പടങ്ങൾക്കിടയിൽ ഞങ്ങൾ സിംപ്ലിസിറ്റിയാണ് ഞങ്ങളുടെ മെയിൻ. ആക്ച്വലി അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ഇല്ല, ഈ റൂട്ടഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു നല്ലൊരു എല്ലാവരെയും പെർഫോമൻസ് വൈസും നല്ലൊരു പെർഫോം ചെയ്തേക്കുന്ന സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് വിശ്വസിക്കുന്നത്. അൽത്താഫിന്റെ കഥാപാത്രം ഈ പറഞ്ഞ പോലെ ഹ്യൂമർ സൈഡാണല്ലോ എക്സ്പ്ലോർ ചെയ്യുന്നത്. എൻ്റെ ഹ്യൂമറാണ്. ഹ്യൂമർ ഒക്കെ ആവട്ടെ. അൻപോട് കൺമണിക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ ഭാവങ്ങളും എല്ലാവർക്കും. താങ്ക് യു.